നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരാണ്? ചോദ്യത്തിന് ലഭിക്കുന്ന ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. പിണറായി ആഗ്രഹിച്ച പോലെ കൃത്യമായി കാര്യങ്ങൾ നടക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരു മാസത്തിൽ താഴെയുള്ളൂ. 4 മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരും. ഇതുവരെ പിണറായി വിജയൻ എന്ത് കണക്ക് കൂട്ടിയോ അതനുസരിച്ചാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിനും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ നിരാശയാണ് ഉണ്ടായത്. ആ നിരാശ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് 4 സംസ്ഥാനങ്ങളിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളം, തമിഴ്നാട്, ബംഗാൾ, ആസാം. ഇതിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയപ്രതീക്ഷയുള്ളത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMKയുടെ സഖ്യകക്ഷിയാണ്. പിന്നെ ബംഗാളിലും അസമിലും കോൺഗ്രസിന് ഇപ്പോൾ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ വിജയം നേടും എന്നുള്ള ഉറച്ച വിശ്വാസവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പിലെ ഫലം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത്. ആ ഒരു സമ്മർദ്ദം കേരളത്തിലെ കോൺഗ്രസിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ കടമ്പ അദ്ദേഹം കടന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ CPM പിണറായി വിജയൻ മറ്റ് 2 പാർട്ടികളെക്കാളും വളരെ മുന്നിലാണ്. മാത്രമോ കോൺഗ്രസിൽ നിന്ന് പരമാവധി അസംതൃപ്തരെ ഇടതു സ്ഥാനാർത്ഥികളായി നിർത്തുക എന്ന തന്ത്രം ഏറെക്കുറെ വിജയം കൈവരിച്ചിരിക്കുകയാണ്. ബീഹാർ ഇലക്ഷന്റെ ഫലം പുറത്തു വന്നതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയിൽ ഇടിവുണ്ടായി എന്നാണ് CPM വിശ്വസിക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി രാഹുൽ ഗാന്ധി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചരണത്തിന് ഇറങ്ങും. രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചരണത്തിൽ ഇറങ്ങുന്നത് CPMനും BJPക്കും ചില്ലറ ഭയമല്ല ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയേറ്റതോടെ രാഹുൽ ഗാന്ധി ഇനി കേരളത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയാലും അത് CPMന്റെ സാധ്യതകളെ ബാധിക്കില്ല എന്ന് ആ പാർട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പിണറായി വിജയൻ ഹാപ്പിയായി എന്ന് നേരത്തെ പറഞ്ഞത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ കടമ്പ അദ്ദേഹം വിജയകരമായി കടന്നു. രാഹുൽ ഗാന്ധി കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 3 കേന്ദ്രങ്ങളിൽ പ്രചരണം നടത്തുമെന്ന സൂചനയുണ്ട്. അങ്ങനെ നടത്തിയാലും അതിനെ അതിജീവിക്കാൻ തനിക്ക് ഇപ്പോൾ കഴിയും എന്നുള്ള ഒരു വിശ്വാസം പിണറായിക്കുണ്ട്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് BJPക്ക് ബദലാകില്ല എന്ന് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു എന്നാണ് അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന മുസ്ലിം വോട്ടുകൾ വീണ്ടും തന്നിലേക്ക് തിരിഞ്ഞു വരുമെന്നുള്ളൊരു പ്രതീക്ഷ പിണറായി വിജയന് നന്നായുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിക്കുമെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ കരുതുന്ന മുസ്ലിം വോട്ടുകൾ ഒരു വിഭാഗമെങ്കിലും പഴയതുപോലെ തിരിച്ച് CPMലേക്ക് വരുമെന്ന വിശ്വാസത്തിലാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഹാപ്പിയാണ്, സന്തോഷവാനാണെന്ന് എടുത്തു പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ, കാരണം കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വളരെ പ്രബുദ്ധരായ ജനത ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പും, എന്തിന് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലും ഇവിടെ സ്വാധീനം ചെലുത്തുമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെ തെരഞ്ഞെടുപ്പ് അതുപോലെ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ബീഹാറിലേറ്റ തിരിച്ചടി കേരളത്തിൽ CPMന് ഗുണം ചെയ്യുമെന്ന വിശ്വാസക്കാരാണ്. കാരണം കോൺഗ്രസിലേക്ക് ഒഴുകിപ്പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളടക്കം ഒരു പരിധിവരെ തിരിഞ്ഞത് CPMലേക്ക് വരുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു കടമ്പ് കൂടി കടന്നു. അദ്ദേഹം ആദ്യത്തെ സ്ഥാനാർത്ഥി CPMന്റെ സ്ഥാനാർത്ഥി നിർണയം പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന്റെ അസംതൃപ്തർക്ക് എല്ലാവർക്കും സീറ്റ് നൽകിക്കൊണ്ട് കോൺഗ്രസിനെ ഒന്ന് അന്താളിപ്പിക്കാൻ CPMന് കഴിഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പിണറായി വിജയൻ സമ്പൂർണ്ണമായും ഹാപ്പിയാണ്.